നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മഴ നേരത്തെ എത്തിയതിലൂടെ കോളടിച്ച് വൈദ്യുതി ബോർഡ്. നനച്ചിരിക്കാതെ ലഭിച്ച മഴ ബോർഡിനുണ്ടാക്കിയത് കോടികളുടെ സാമ്പത്തിക നേട്ടം. വൈദ്യുതി ബോർഡിന് നേട്ടമായത് വൻതോതിൽ ചുരുക്കേണ്ടിയിരുന്ന സമയത്ത് വൈദ്യുതി ഉൽപ്പാദനം കുത്തനെ കൂട്ടാനായതും മഴയെ തുടർന്ന് വൈദ്യുതി ഉപഭോഗത്തിൽ വലിയ കുറവുണ്ടായതും. കട്ടപ്പന മീറ്റ് സ്റ്റാൾ നവീകരിക്കാൻ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനം. കൂടാതെ പേഴുങ്കവല അങ്കണവാടി വാടക കെട്ടിടത്തിലേക്ക് മാറ്റാനും പുളിയൻമല അങ്കണവാടി കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണി നടത്താനും തീരുമാനമായി. അതേസമയം കട്ടപ്പന നഗരസഭാ ഭരണസമിതി മാംസവ്യാപാരം നടത്തുന്നവരായി മാറിയെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ. മൂന്നാർ ഗ്യാപ് റോഡിൽ നിയമം ലംഘിച്ച് വാഹനം ഓടിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പരിശോധനയും നടപടിയും കടുപ്പിക്കാനൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ്. ഗ്യാപ് റോഡിൽ വാഹന പരിശോധന കർശനമാക്കുമെന്നും അമിത വേഗതയിൽ സഞ്ചരിക്കുന്നതുൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മെയ് മാസം ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ രേഖകളിൽ ചേർക്കാത്തതിൽ പ്രതിഷേധിച്ച് LDF അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. കമ്മിറ്റിയുടെ ഡ്രാഫ്റ്റ് അന്ന് തന്നെ അംഗങ്ങൾ കൈപ്പറ്റിയിരുന്നെങ്കിലും പിന്നീട് കമ്മിറ്റി തീരുമാനങ്ങളുടെ രേഖകളിൽ കൃത്രിമം കാട്ടിയെന്നും ആരോപണം. വിശദമായ വാർത്തകൾ. മഴ നേരത്തെ എത്തിയതിലൂടെ കോളടിച്ച് വൈദ്യുതി ബോർഡ്. നനച്ചിരിക്കാതെ ലഭിച്ച മഴ ബോർഡിന് കോടികളുടെ സാമ്പത്തിക നേട്ടമാണ് ഉണ്ടാക്കിയത്. വൻതോതിൽ ചുരുക്കേണ്ടിയിരുന്ന സമയത്ത് വൈദ്യുതി ഉൽപ്പാദനം കുത്തനെ കൂട്ടാനായതും മഴയെ തുടർന്ന് വൈദ്യുതി ഉപഭോഗത്തിൽ വലിയ കുറവുണ്ടായതുമാണ് വൈദ്യുതി ബോർഡിന് നേട്ടമായത്. വേനൽ ചൂട് കൂടി നിന്ന മെയ് 2 വാരം വരെ സംസ്ഥാനത്തെ ആഭ്യന്തര വൈദ്യുതി ഉപഭോഗം പ്രതിദിനം 115 ദശലക്ഷം യൂണിറ്റ് വരെയായി ഉയർന്നിരുന്നു. ഡാമുകളിൽ സംഭരണശേഷി കുറഞ്ഞിരുന്നതിനാൽ ഈ സമയം ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദനം 10 ദശലക്ഷം യൂണിറ്റ് വരെയായി കുറയ്ക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് 95 ദശലക്ഷം യൂണിറ്റ് വരെ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങിയാണ് വിതരണം ക്രമീകരിച്ചിരുന്നത്. ഇത് വൈദ്യുതി ബോർഡിന് വലിയ സാമ്പത്തിക ബാധ്യത സൃഷ്ടിച്ചു. എന്നാൽ മെയ് 2 വാരം പിന്നിട്ടതോടെ സംസ്ഥാനത്ത് ശക്തമായ വേനൽമഴ തുടങ്ങുകയും ജലസംഭരണികളിലേക്കുള്ള നീരൊഴുക്ക് കൂടുകയും ചെയ്തു. ഇതിനിടെ കാലവർഷം മെയ് അവസാനം എത്തുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ അറിയിപ്പ് കൂടി വന്നതോടെ വൈദ്യുതി ബോർഡ് പ്രതിദിന ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദനം ഉയർത്തി. 20 മുതൽ 25 ദശലക്ഷം യൂണിറ്റ് വരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അതേസമയം തന്നെ മഴ ശക്തമായി. ചൂട് കുറഞ്ഞതോടെ സംസ്ഥാനത്തെ പ്രതിദിന വൈദ്യുതി ഉപഭോഗം 71 ദശലക്ഷം യൂണിറ്റ് വരെയായി കുറഞ്ഞു. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നതും കുറച്ചു. ഇത് വൈദ്യുതി ബോർഡിന് വലിയ സാമ്പത്തിക നേട്ടമായി. പദ്ധതി പ്രദേശങ്ങളിൽ മഴ അത്ര ശക്തമല്ലെങ്കിലും തുടർച്ചയായി ലഭിക്കുന്നതിനാൽ നീരൊഴുക്കിൽ കാര്യമായ വർധനയുണ്ട്. സംഭരണികളിലെല്ലാം കൂടി 27% വെള്ളമേ ഉള്ളെങ്കിലും നീരൊഴുക്ക് ശക്തമായതിനാൽ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാകും. വലിയ സംഭരണിയായ ഇടുക്കിയിൽ നീരൊഴുക്ക് ശക്തമാണ്. കട്ടപ്പന മീറ്റ് സ്റ്റാൾ നവീകരിക്കാൻ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനം. കൂടാതെ പേഴുങ്കവല അങ്കണവാടി വാടക കെട്ടിടത്തിലേക്ക് മാറ്റാനും പുളിയൻമല അങ്കണവാടി കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണി നടത്താനും തീരുമാനിച്ചു. നിലവിൽ മാംസവ്യാപാരം നടത്തുന്ന മുറികൾ അടച്ച് പകരം കെട്ടിടത്തോട് ചേർന്നുള്ള ഷീറ്റ് മെഞ്ഞ സ്ഥലത്ത് മാംസവ്യാപാരം നടത്താനുള്ള സൗകര്യം ഏർപ്പെടുത്തും. ഹൈക്കോടതിയിൽ നിലവിലുള്ള കേസിന്റെ തുടർ നടപടിയുടെ ഭാഗമായി പരാതിക്കാരന്റെ വാദം കേൾക്കാൻ നോട്ടീസ് നൽകിയെങ്കിലും ഇദ്ദേഹം ഹാജരായില്ലെന്നും നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി പറഞ്ഞു. അതിൽ ഇന്നലത്തെ പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് കട്ടപ്പനയിലെ മീറ്റ് സ്റ്റാളിനെ സംബന്ധിച്ച് മീറ്റ് സ്റ്റാൾ നവീകരിക്കുന്നതിന് വേണ്ടി ഉള്ള പ്രോജക്റ്റ് നടപ്പാക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ കേസുണ്ടായിരുന്നു. കേസ് 6 ആഴ്ചയ്ക്കകം പരാതിക്കാരനെയും കരാറുകാരനെയും കേട്ട് തീരുമാനിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഉത്തരവുണ്ടായിരുന്നു. ആ ഉത്തരവ് പ്രകാരം ഇന്നലെ 11 മണിക്ക് ഹാജരാകണമെന്ന് കാണിച്ച് പരാതിക്കാരനും അതുപോലെ തന്നെ കരാറുകാരനും നോട്ടീസ് നൽകിയിരുന്നു. കരാറുകാരൻ മാത്രമേ ആ യോഗത്തിൽ പങ്കെടുത്തുള്ളൂ. പരാതിക്കാരൻ എത്തിയില്ല. അതുകൊണ്ട് തുടർ നടപടികൾ അത് സംബന്ധിച്ച് നിർത്തിവെച്ചിരിക്കുകയാണ്. നഗരസഭാ ഷെൽട്ടർ ഹോം നിർമ്മാണ വേളയിൽ പേഴുങ്കവലിയിലെ അങ്കണവാടി കെട്ടിടം അപകടാവസ്ഥയിലാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട വാടക കെട്ടിടത്തിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. അടുത്ത സാമ്പത്തിക വർഷം പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകുന്നത് പരിഗണിക്കും. അപകടാവസ്ഥയിലുള്ള പുളിയൻമല അങ്കണവാടി കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണി നടത്താനും കൗൺസിൽ തീരുമാനിച്ചു. ഷെൽട്ടർ ഹോം സ്ഥാപിക്കുന്ന സ്ഥലത്ത് ഒരു അംഗൻവാടി കെട്ടിടം വലിയൊരു പൊക്കപ്പുറത്ത് ഇരിക്കും എന്ന സാഹചര്യം ആ വാർഡ് കൗൺസിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല ആ അംഗൻവാടി മാറ്റി സ്ഥാപിക്കുന്ന പക്ഷം അതിൻ്റെ റോഡ് ഫ്രണ്ടേജ് ചേർന്ന് മുനിസിപ്പാലിറ്റിക്ക് ഒരു 7-8 ഷട്ടർ കൂടി പണിയാൻ കഴിയുന്ന സാഹചര്യമുണ്ട്.
അതിനാൽ ആ അംഗൻവാടി വാടക കെട്ടിടത്തിലേക്ക് മാറ്റാൻ ICDSനോട് അഭ്യർത്ഥിക്കുന്നതിനും അതോടൊപ്പം തന്നെ അടുത്ത വർഷത്തെ പ്രോജക്റ്റ് പൈസ വെച്ച് ആ അംഗൻവാടി കെട്ടിടം പണി പൂർത്തീകരിക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. കട്ടപ്പന ടൗൺഷിപ്പിന്റെ പരിധിയിലുള്ള റോഡുകൾക്ക് 18 മീറ്റർ വീതിയിൽ സ്ഥലം വിട്ടു നൽകി ബാക്കിയുള്ള സ്ഥലത്തിന് പട്ടയം നൽകുന്നത് പരിഗണിക്കാൻ തീരുമാനമായി. റോഡുകളുടെ വീതി സംബന്ധിച്ച് വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ട് ഭൂമിപതിവ് സ്പെഷ്യൽ തഹസിൽദാർ കത്ത് നൽകിയിരുന്നു. ഒപ്പം വിവിധങ്ങളായ വിഷയങ്ങൾ യോഗത്തിൽ കൗൺസിലർമാർ ഉന്നയിച്ചു. 40 അജണ്ടകളാണ് കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്തത്. കട്ടപ്പന നഗരസഭാ ഭരണസമിതി മാംസ വ്യാപാരം നടത്തുന്നവരായി മാറിയെന്ന് നഗരസഭാ പ്രതിപക്ഷ അംഗങ്ങൾ ആരോപിച്ചു. ഭരണപക്ഷത്തുള്ളവർ 2 വിഭാഗമായി തിരിഞ്ഞ് വില കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നു. മാംസത്തിന് തോന്നുംപടി വിലയിടുന്നത് ഭരണസമിതി തന്നെയാണെന്ന് കൗൺസിൽ ചർച്ചയിൽ വ്യക്തമായി. ഭരണസമിതിയിലെ ഒരംഗം തന്നെ ഇതിന് ചുക്കാൻ പിടിക്കുന്നത് അതിനുദാഹരണമാണെന്നും ഇടതുപക്ഷ കൗൺസിലർമാർ ആരോപിച്ചു. കട്ടപ്പന നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മാംസ സ്റ്റാളിൽ തോന്നുംപടിയാണ് മാംസത്തിൻ്റെ വില. ഇത് സംബന്ധിച്ച് ഇന്ന് കൗൺസിലിൽ ചർച്ച വന്നപ്പോൾ കേരള ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുമായി കട്ടപ്പന നഗരസഭയിലെ ഒരു ഭരണസമിതി അംഗം തന്നെ വിലയുടെ ഒരു ചീട്ടൊക്കെ ആയിട്ട് വന്നു. ഞങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതും സാമാന്യ ജനത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നതും കട്ടപ്പനയിലെ മാംസ വ്യാപാരം നടത്തുന്നത് കട്ടപ്പന നഗരസഭാ ഭരണസമിതി തന്നെയാണ്. അവരതിനകത്ത് 2 ഗ്രൂപ്പായിട്ട് നിന്നുകൊണ്ട് വില കുറയ്ക്കുന്നതിനും കൂട്ടുന്നതിനുമൊക്കെ ചുക്കാൻ പിടിക്കുകയും നാട്ടുകാരെ ബുദ്ധിമുട്ടുകയും തോന്നുംപടി വില മേടിക്കുകയും ചെയ്യുന്നത് നഗരസഭ ഭരണസമിതി തന്നെയാണെന്നാണ് ഇന്നത്തെ കൗൺസിൽ ചർച്ചയിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം ഇടതുപക്ഷ കൗൺസിലർമാരെന്ന രീതിയിൽ ഞങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. മൂന്നാർ ഗ്യാപ് റോഡിൽ നിയമം ലംഘിച്ച് വാഹനമോടിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പരിശോധനയും നടപടിയും കടുപ്പിക്കാനൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ്. ഗ്യാപ് റോഡിൽ വാഹന പരിശോധന കർശനമാക്കുമെന്നും അമിത വേഗതയിൽ സഞ്ചരിക്കുന്നതുൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഗ്യാപ് റോഡിൽ നിയമലംഘനങ്ങൾക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമായ സാഹചര്യത്തിലാണ് ഇടപെടൽ. മുഖം മിനുക്കിയതോടെ മൂന്നാർ ഗ്യാപ് റോഡ് വാഹനയാത്രികരുടെ ഇഷ്ടപാതയാണ്. മൂന്നാറിന്റെ കാഴ്ചകൾ കാണുന്നതിനൊപ്പം നവീകരിച്ച പാതയിലൂടെയുള്ള ഡ്രൈവിംഗും ആളുകൾ ആസ്വദിക്കാറുണ്ട്. എന്നാൽ ഗ്യാപ് റോഡിൽ നിയമം ലംഘിച്ച് വാഹനം ഓടിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്നാണ് പരാതി. ഗ്യാപ് റോഡിലൂടെ സാഹസികവും അപകടകരവുമായി യുവാക്കൾ വാഹനം ഓടിച്ച 2 സംഭവങ്ങളാണ് അടുത്തിടെ മോട്ടോർ വാഹന വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ സാഹചര്യത്തിൽ ഗ്യാപ് റോഡിലെ നിയമലംഘകരെ കണ്ടെത്താനുള്ള നടപടിയും കടുപ്പിക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. മൂന്നാർ ഗ്യാപ് റോഡിൽ ഈയിടെയായിട്ട് അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നതായും യാത്രക്കാർ കൈയും തലയും കാറുകളിലും പുറകിലിരിക്കുന്ന യാത്രക്കാർ കൈയും തലയും പുറത്തേക്കിട്ട് യാത്ര ചെയ്യുന്നതായും അപകടകരമായ രീതിയിൽ യാത്ര ചെയ്യുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് ഇങ്ങനെയുള്ള വീഡിയോസ് എടുത്ത് യൂട്യൂബിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും പ്രചരിപ്പിക്കുന്നത് അതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപകടകരമായ രീതിയിൽ ഇങ്ങനെ വാഹനം ഓടിക്കുന്നത് മോട്ടോർ വാഹന നിയമത്തിനെതിരായും റോഡ് സേഫ്റ്റിക്കെതിരായിട്ടുള്ള പ്രവൃത്തിയായതിനാൽ 100% അവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാവുന്നതാണ്. കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയുണ്ടായി. ആ വാഹനത്തിനെതിരെയും ഡ്രൈവർക്കെതിരെയും ശക്തമായ നടപടി ഇടുക്കി എൻഫോഴ്സ്മെന്റ് RTOയുടെ നേതൃത്വത്തിൽ എടുത്തിട്ടുണ്ട്. ഇന്നും അങ്ങനെ ഒരു വീഡിയോ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അവർക്കെതിരെയും ശക്തമായ നടപടികൾ ഉണ്ടാവും. മൂന്നാർ ഗ്യാപ് റോഡില് ഇടുക്കി എൻഫോഴ്സ്മെന്റ് RTOയുടെ നേതൃത്വത്തിൽ ശക്തമായ വാഹന പരിശോധന തുടർന്ന ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നതാണ്. നവമാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതിനും മറ്റുമായാണ് യുവാക്കൾ വാഹനങ്ങളിൽ ഇരുന്ന് അപകടകരവും സാഹസികവുമായി ദൃശ്യങ്ങൾ പകർത്താറ്. വിനോദസഞ്ചാരികളുമായി പോകുന്ന ജീപ്പ് സഫാരിക്കാരിൽ ചിലരും അമിത വേഗതയിൽ വാഹനം ഓടിക്കാറുണ്ട്. അപകടകരമായി വാഹനം ഓടിക്കുന്നവർക്ക് മാത്രമല്ല റോഡിലെ മറ്റ് വാഹനയാത്രികർക്കും കാൽനടയാത്രികർക്കുമൊക്കെ സാഹസവും അശ്രദ്ധയും ഭീഷണിയാകുന്നു. ഗ്യാപ് റോഡിൽ നിയമലംഘകർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമായ സാഹചര്യത്തിലാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഇടപെടലിന് വഴിയൊരുങ്ങുന്നത്. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മെയ് മാസം ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ രേഖകളിൽ ചേർക്കാത്തതിൽ പ്രതിഷേധിച്ച് LDF അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. കമ്മിറ്റിയുടെ ഡ്രാഫ്റ്റ് അന്ന് തന്നെ അംഗങ്ങൾ കൈപ്പറ്റിയിരുന്നുവെങ്കിലും പിന്നീട് കമ്മിറ്റി തീരുമാനങ്ങളുടെ രേഖകളിൽ കൃത്രിമം കാട്ടിയെന്നാണ് LDF അംഗങ്ങളുടെ ആരോപണം. തീരുമാനിക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ സാറ് പറഞ്ഞു. ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ കമ്മിറ്റി കൂടാൻ വേണ്ടിയിട്ട് നോട്ടീസ് കൊടുത്തത്. നോട്ടീസ് കൊടുത്തിട്ട് 4 ദിവസം തീരുമാനിച്ചു. ഇവിടെ സെക്ഷൻ ക്ലാസിനോട് ചോദിക്കുമ്പോൾ സെക്ഷൻ ക്ലാസ് പറയും സെക്രട്ടറി പറയട്ടെ പ്രസിഡന്റ് പറയട്ടെ എന്ന് അവർ അജണ്ട ഇടാത്തതിന്റെ കാരണം അവർ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. മനസ്സിലായോ?
ഞങ്ങൾ അത്ര മണ്ടന്മാരും മന്ദബുദ്ധികളും അല്ല. പിന്നെ നിങ്ങൾ കമ്മിറ്റി വിളിക്കുമ്പോൾ കൂടാനാണ്. LDF അംഗങ്ങളുടെ ആവശ്യത്തെ തുടർന്നാണ് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും മാലിന്യ സംസ്കരണവും നീക്കത്തിനുമായി നിലവിലുള്ള കൺസോർഷ്യത്തിന്റെ കണക്കുകൾ പരിശോധിക്കുന്നതിനും മെയ് 27-ന് പഞ്ചായത്ത് കമ്മിറ്റി ചേർന്നത്. മാലിന്യ സംസ്കരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഏകപക്ഷീയമായ നിലപാടുകളിലൂടെ നടപ്പാക്കുകയാണെന്നും കൺസോർഷ്യം കണക്കുകൾ അവതരിപ്പിക്കാതെ പ്രസിഡന്റ് വ്യാപക അഴിമതി നടത്തുകയാണെന്നും അന്ന് കമ്മിറ്റിയിൽ ചർച്ചയും ഉയർന്നിരുന്നു. ഇതിന്റെ ഭാഗമായാണ് സെക്രട്ടറിയുടെ ക്യാബിന് മുൻപിൽ ഉപരോധം സംഘടിപ്പിച്ചതെന്ന് LDF അംഗങ്ങൾ പറഞ്ഞു. ഞങ്ങൾ പലതവണ പഞ്ചായത്ത് കമ്മിറ്റി ബഹിഷ്കരിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് കൂടിയാണ് 27/5/2024 ഈ കമ്മിറ്റി വിളിച്ചു. ഈ കമ്മിറ്റിയിൽ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടി വിപുലീകരിക്കുന്ന രീതിയിൽ വരെ ചർച്ച വന്നെങ്കിലും ഒരു മറുപടിയും പറയാതെ പ്രസിഡന്റ് പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. ബഹിഷ്കരിച്ചിറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. അതോടൊപ്പം വാർഡ് 18-ൽ ഒരു ഹരിതകർമ്മസേന അംഗം കൂടുതൽ ഗവൺമെൻറ് നിശ്ചയിച്ച പ്രകാരമുള്ള യൂസർ ഫീൽ അധികം വാങ്ങിച്ചു. അത് നടപടി സ്വീകരിക്കണമെന്നൊരു പഞ്ചായത്ത് അംഗം പറഞ്ഞപ്പോൾ ആ വാർഡിലെ മെമ്പർ കസാര എടുത്തുകൊണ്ട് ചോദ്യം ചെയ്ത പഞ്ചായത്ത് മെമ്പറെ അടിക്കാനുള്ള ശ്രമം നടത്തി. അപ്പോൾ ഇതൊക്കെ അഴിമതിക്ക് കൂട്ടുനിൽക്കുകയും അഴിമതി ചെയ്യണമെന്ന് താല്പര്യപ്പെട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളാണ്. അതുകൂടാതെ ആ പഞ്ചായത്ത് കമ്മിറ്റി അവസാനിച്ചതിന് ശേഷം നമ്മൾ പഞ്ചായത്ത് മിനിറ്റ്സ്, സാധാരണ പഞ്ചായത്ത് മെമ്പർമാർക്ക് പഞ്ചായത്ത് കമ്മിറ്റി അവസാനിച്ച് 48 മണിക്കൂറിനുള്ളിൽ മിനിറ്റ്സ് കൊടുക്കണമെന്നാണ്. അതിന് ഡ്രാഫ്റ്റ് കോപ്പി ഞങ്ങൾ അന്നേരെ കൈപ്പറ്റി. പക്ഷേ പഞ്ചായത്ത് കമ്മിറ്റി മിനിറ്റ്സ് ഇതുവരെയും ക്ലോസ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ മിനിറ്റ്സ് ആകുന്നുണ്ട്, അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് മാത്രം തന്നു. ആ ഡ്രാഫ്റ്റ് കിട്ടിയതിനകത്ത് നിലവിൽ ലൈവായിട്ട് അവിടെ നിന്ന് എഴുതിക്കൊണ്ടിരുന്ന ഒരു ഡ്രാഫ്റ്റും ഞങ്ങൾക്ക് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം എന്ന നിലയ്ക്ക് കിട്ടിയതും 2-2 ആ പഞ്ചായത്ത് കമ്മിറ്റിയിൽ തീരുമാനിക്കപ്പെട്ട യാതൊരു കാര്യങ്ങളും പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം എന്ന നിലയ്ക്ക് അതിനകത്ത് കിട്ടിയിരുന്നില്ല. LDF അംഗങ്ങളായ CB എബ്രഹാം, രാജി സന്തോഷ്, സന്ധ്യ രാജ, ഫിലോമിന രാജു, N ശിവസ്വാമി, ജോസ് മാടപ്പള്ളി, കറുപ്പുസ്വാമി, സെൽവി ശേഖർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം. എന്നാൽ പഞ്ചായത്തിനെതിരെയുള്ള അഴിമതി ആരോപണത്തിൽ യാതൊരു വസ്തുതയുമില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി പറഞ്ഞു. ജനങ്ങൾക്ക് ഗുണം കിട്ടാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും ഇവിടോട്ട് നടക്കത്തുമില്ല. കൃത്യമായ രീതിയിലുള്ള അജണ്ടകൾ കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത വെച്ചിരിക്കുന്ന അജണ്ടയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രം മറുപടി കൊടുക്കും. അല്ലാതെ വാരിക്കോരി ഇവർ പറയുന്ന നാട്ടുവിഷണം കഥകളൊന്നും പറഞ്ഞാലൊന്നും അജണ്ടയില്ല. നമ്മളൊരു പഞ്ചായത്ത് കമ്മിറ്റി നടപ്പിലാക്കും, അതിനൊരു അജണ്ട കാണും. ഇവർ തന്ന കത്തിന് മറുപടിയും ഹരിതകർമ്മസേനയുടെ കമ്മിറ്റിയുടെ തീരുമാനം അറിയണമെന്ന് പറഞ്ഞാൽ ആ ഒരു ഒറ്റ അജണ്ടക്കുള്ള മറുപടിയും കൊടുക്കും. LDF അംഗങ്ങളുടെ ശക്തമായ ആവശ്യത്തെ തുടർന്ന് തീരുമാനങ്ങൾ രേഖകളിൽ ചേർത്ത മിനിറ്റ്സിന്റെ പകർപ്പ് ചൊവ്വാഴ്ച നൽകാമെന്ന സെക്രട്ടറിയുടെ ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത്. കട്ടപ്പന നഗരസഭ വ്യാപാരികളെ ദ്രോഹിക്കുന്ന തരത്തിൽ ധിക്കാര നടപടികൾ സ്വീകരിക്കുന്നുവെന്ന് വ്യാപാരി വ്യവസായി സമിതി ജില്ലാ നേതൃത്വം. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ പുതിയ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് അനുവദിച്ചതാണ് വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കുന്നത്. സ്റ്റാൻഡിലേക്ക് കടന്നുവരുന്ന 2 ലിങ്ക് റോഡുകളെ ബന്ധിപ്പിക്കുന്ന ഭാഗത്താണ് പുതിയ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത്. നഗരസഭയിൽ വിളിച്ചു ചേർത്ത ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയും പ്രഹസനമാണെന്ന് വ്യാപാരികൾ ആരോപിച്ചു. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിനോട് ചേർന്നാണ് നഗരസഭയുടെ അനുമതിയോടെ പുതിയ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിച്ചത്. സ്റ്റാൻഡിലേക്ക് കടന്നുവരുന്ന 2 ലിങ്ക് റോഡുകളെ ബന്ധിപ്പിക്കുന്നതും പൊതുജനങ്ങൾക്കും സ്വകാര്യ വാഹനങ്ങൾക്കും കടന്നുപോകാൻ സാധിക്കുന്നതുമായ ഭാഗമാണ് ഓട്ടോറിക്ഷ സ്റ്റാൻഡാക്കിയിരിക്കുന്നത്. വ്യാപാര സ്ഥാപനങ്ങൾ മറയ്ക്കുന്ന രീതിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതോടെ വ്യാപാരികളും പ്രതിസന്ധിയിലായി. വ്യാപാരികളെ ദ്രോഹിക്കുന്ന ധിക്കാരപരമായ നടപടിയാണ് നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് വ്യാപാരി വ്യവസായി സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് ആരോപിച്ചു. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലെ ഒരു കൂട്ടം വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിൽ കട്ടപ്പന മുനിസിപ്പാലിറ്റി ധിക്കാരപരമായിട്ടുള്ളൊരു തീരുമാനം എടുത്തിരിക്കുന്നു. ഇവിടെ ഇങ്ങനെ ഒരു ഓട്ടോ സ്റ്റാൻഡ് നാളെ ഇതുവരെ ഇല്ലായിരുന്നു. ഒരു 2 ലിങ്ക് റോഡുകളെ ബന്ധിപ്പിക്കുന്ന ഈ റോഡിൽ വാഹന ഗതാഗതം ഉള്ളതാണ്. അത് പൊതുജനങ്ങൾക്ക് യാത്രാ സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു റോഡ്, അതും തടസ്സപ്പെടുത്തി വ്യാപാരികളുടെ കച്ചവടത്തെയും തടസ്സപ്പെടുത്തിക്കൊണ്ട് മുനിസിപ്പാലിറ്റി ഒരു റെഗുലേറ്ററി കമ്മിറ്റി പോലും വിളിക്കാതെയും വ്യാപാരി നേതാക്കന്മാരെ അറിയിക്കാതെയും അവരുടെ ധിക്കാരപരമായിട്ടുള്ള ഈ തീരുമാനം അത് എന്ത് വില കൊടുത്തും വ്യാപാരി വ്യവസായി സമിതി അതിനകത്ത് ശക്തമായിട്ട് എതിർക്കുമെന്നും വ്യാപാരികളോടൊപ്പം നിന്ന് അവരുടെ അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടി മുനിസിപ്പാലിറ്റിക്കെതിരെ സമരം നടത്തുമെന്നും വ്യാപാരി വ്യവസായി സമിതി അറിയിക്കുന്നു. സ്റ്റാൻഡിലെത്തുന്ന സ്വകാര്യ വാഹനങ്ങളും ആളുകളും കടന്നുപോകുന്ന ഭാഗത്താണ് ഓട്ടോറിക്ഷകൾ നിർത്തിയിട്ടിരിക്കുന്നത്. കട്ടപ്പന ട്രാഫിക് SIയുടെ ആഭിമുഖ്യത്തിലാണ് കഴിഞ്ഞ ദിവസം ഓട്ടോറിക്ഷ സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിച്ചത്. 5 മിനിറ്റ് വണ്ടി ഇടാനുള്ള നിയമമുള്ളായിരുന്നു. ഇപ്പോൾ വന്ന് വലിയ വണ്ടിയും ചെറിയ വണ്ടിയും ഇവിടെ മൊത്തം കൊണ്ടിട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടില്ലായി വന്നിരിക്കുകയാണ്. ഒരു മനുഷ്യൻ കയറി വരാത്ത രീതിയിലാണ് ഈ കാര്യങ്ങൾ ഇവിടെ ആൾക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും നല്ല നടപടികൾ എടുക്കണം.
സ്വകാര്യ വാഹനങ്ങളും ആളുകളും കടന്നുപോകുന്നതിന് പുറമെ സ്വകാര്യ ആശുപത്രിയിലേക്കുള്ള പാത കൂടിയാണിത്. ഇവിടെ 12 വർഷത്തോളമായി ബസ് സ്റ്റാൻഡ് ആരംഭിച്ചിട്ട് നാളെ ഇതുവരെയായിട്ട് ഇതിൻ്റെ അകത്തൊരു പാർക്കിങ്ങും ഒക്കെ ആയിട്ടുള്ള വിഷയങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും ഒരു പുതിയ ഓട്ടോ സ്റ്റാൻഡ് അനുവദിച്ച് മുഴുവൻ ബ്ലോക്ക് ചെയ്യുന്നൊരു സമീപനമാണ് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ട്രാഫിക് SI ആണ് അന്ന് ഇവിടെ വണ്ടി ഇടണം എന്നുള്ള നിലയ്ക്ക് പറഞ്ഞ് ഓട്ടോ സ്റ്റാൻഡ് അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് ട്രാഫിക് കമ്മിറ്റി കൂടി ആലോചിച്ചിട്ടോ മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടാണെന്ന് ഇവിടുത്തെ വ്യാപാരികളുടെ ഒരു അഭിപ്രായം സ്വരൂപിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല മുനിസിപ്പാലിറ്റി. ഇത് മാറ്റിത്തരുന്നതിന് വേണ്ടിയുള്ളൊരു നടപടി മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ശ്രദ്ധിക്കുന്നത്. ബസ് സ്റ്റാൻഡിൽ മറ്റൊരു ഓട്ടോ സ്റ്റാൻഡ് നിലനിൽക്കെയാണ് യാത്രക്കാർക്കും വ്യാപാരികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ പുതിയ ഓട്ടോ സ്റ്റാൻഡ് അനുവദിച്ചിരിക്കുന്നതെന്നാണ് പരാതി. ബസ് സ്റ്റാൻഡ് ഉണ്ടായ കാലം മുതലേ ഇതിലൊരു പാസയുള്ളതാണ്. പാസ അത് ബാല ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഇവിടെ അന്നത്തെ മുനിസിപ്പാലിറ്റി തീരുമാനമെടുത്തിട്ട് ഇതിലൊരു പാസയുള്ളതാണ്. ഈ പാസ അടച്ചിട്ടാണ് ഇപ്പോൾ ഈ ഓട്ടോ സ്റ്റാൻഡ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ഓട്ടോ സ്റ്റാൻഡിൻ്റെ ആവശ്യം എന്താണ് ശരിക്കും? ഇത് അത് രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാൽ ബസ് സ്റ്റാൻഡിനകത്ത് ഇൻഷുറൻസ് ക്ലെയിമുകളോ മറ്റു കാര്യങ്ങളോ കിട്ടുകയില്ല. ഓട്ടോ അടിച്ച് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ ആര് സമാധാനം പറയും? അങ്ങനെ ഒരു വിഷയമാണ്. ഓട്ടോ സ്റ്റാൻഡ് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് വരണം. ഈ സൈഡിൽ പാസ ഇല്ല, ഈ പാസ അടച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയായിട്ട് അന്ന് മുനിസിപ്പാലിറ്റി ഇട്ട് കൊടുത്തതാണ്. അതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കണം. ഈ ഓട്ടോ സ്റ്റാൻഡ് ഇവിടുന്ന് മാറി. ഇവർക്ക് 2 ഓട്ടോ സ്റ്റാൻഡിൻ്റെ കാര്യം തന്നെ ഒരു ബസ് സ്റ്റാൻഡിനകത്ത് അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും ഒരു ബസ് സ്റ്റാൻഡ് ഓൾറെഡി ഒരു ഓട്ടോ സ്റ്റാൻഡ് അവിടെ ഉണ്ട്. വ്യാപാരികളെ അടക്കം അറിയിക്കാതെ കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ഇത്തരത്തിലെ നടപടികൾ സ്വീകരിക്കാൻ മാത്രമായിരുന്നുവെന്നും വ്യാപാരി വ്യവസായി സമിതി നേതാക്കൾ ആരോപിച്ചു. രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്ന കട്ടപ്പന നഗരസഭ അധികൃതരുടെ ഇത്തരത്തിലെ നടപടികൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് വ്യാപാരി വ്യവസായി സമിതി. കൂടാതെ വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ അനുവദിച്ചിരിക്കുന്ന ഓട്ടോറിക്ഷ സ്റ്റാൻഡ് അടിയന്തരമായി മാറ്റണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു. ശമ്പളം ചോദിച്ചതിന്റെ പേരിൽ തോട്ടമുടമയും സൂപ്പർവൈസറും ചേർന്ന് യുവതിയെ വധിക്കുവാൻ ശ്രമിച്ചതായി പരാതി. റിസോർട്ട് നടത്തിപ്പുകാരനായ തോട്ടമുടമയുടെ അനധികൃത ഇടപാടുകൾ നേരിൽ കണ്ടതിനെ തുടർന്ന് ജോലി ഉപേക്ഷിച്ചതോടെ ഭർത്താവിനും തനിക്കും ലഭിക്കുവാനുള്ള ശമ്പളം ചോദിച്ചതിനാലാണ് വടിവാൾ ഉപയോഗിച്ചും വാഹനം കയറ്റിയും കൊലപ്പെടുത്താൻ ശ്രമിച്ചതായി യുവതിയും ഭർത്താവും പരാതി നൽകിയിരിക്കുന്നത്. വണ്ടിപ്പെരിയാർ പോലീസിൽ പരാതി നൽകി ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്നും യാതൊരു നടപടികളും ഉണ്ടായില്ലെന്നും ദമ്പതികൾ പറഞ്ഞു. വണ്ടിപ്പെരിയാർ 63 മൈലിൽ പ്രവർത്തിക്കുന്ന തേക്കടി ഹൈറ്റ് എന്ന റിസോർട്ട് നടത്തിപ്പുകാരനായ സെബി ജെയിംസിന്റെ റിസോർട്ടിലും ഏലത്തോട്ടത്തിലും ജോലി ചെയ്തു വന്നിരുന്ന വണ്ടിപ്പെരിയാർ പള്ളിപ്പടി മുടിയിൽ കിഴക്കേതിൽ അനീഷയാണ് പരാതി ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായി അനീഷയും ഭർത്താവ് അനിലും ഇവിടെ ജോലി ചെയ്തു വരികയായിരുന്നു. ഇതിനുശേഷം അനീഷ റിസോർട്ടിൽ ക്ലീനിംഗ് ജോലിയിൽ ഏർപ്പെട്ടിരുന്ന സമയം തോക്കും മാനിന്റെ കൊമ്പും കണ്ടതോടെ ഉടമയ്ക്ക് ഇവരെ ഇവിടെ ജോലിക്ക് നിർത്തുവാൻ ബുദ്ധിമുട്ട് നേരിടുന്നതായി മനസ്സിലാക്കിയ അനീഷയും ഭർത്താവ് അനിലും മറ്റൊരിടത്ത് ജോലിക്ക് പോയി. പിന്നീട് ലഭിക്കുവാനുള്ള ശമ്പളം ചോദിച്ചതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. കഴിഞ്ഞ ദിവസം സൂപ്പർവൈസറായ ബിനോയ് മാത്യുവിനെ വഴിയിൽ വെച്ച് കാണുകയും ബാക്കി ശമ്പളം ചോദിക്കുകയും ചെയ്തു. ഈ സമയം സൂപ്പർവൈസർ അനീഷയുടെ കഴുത്തിൽ കടന്നു പിടിക്കുകയും വാഹനത്തിലുണ്ടായിരുന്ന വടിവാളെടുത്ത് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തെന്നാണ് പരാതി. സംഭവസ്ഥലത്തെത്തിയ നാട്ടുകാർ പിന്നീട് ഇയാളെ പിടിച്ചുമാറ്റി. ഇതോടെ തന്നെ തള്ളിയിട്ട ശേഷം വാഹനം കയറ്റി കൊലപ്പെടുത്താൻ ശ്രമിച്ചതായും അനീഷ പറയുന്നു. അതായത് വണ്ടി അവിടെ നിർത്തിയിട്ടതിന് ശേഷമാണ് ഞാൻ ചോദിച്ചത്. നിർത്തിയിട്ടേക്കുന്ന കണ്ടിട്ടാണ് ഞാൻ വന്ന് ചേട്ടാ കുറേശ്ശെ പൈസ എൻ്റെ കൊച്ചു സ്കൂളിൽ പോകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഇവൻ ഇങ്ങതാന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ കത്തിയെടുത്ത് കൈ കൊടുക്കുകയോ ചെയ്തത്. പേപ്പർ വെച്ച് പൊതിഞ്ഞ കത്തിയായിരുന്നു. അവിടെ നിന്നവരെല്ലാവരും കണ്ടു. എന്നിട്ട് എല്ലാവരും കൂടെ പിടിച്ചു മാറ്റിയോണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. തള്ളിയിട്ടിട്ട് വണ്ടി രണ്ടാമത് സ്പീഡ് മുമ്പിലേക്ക് എടുത്ത് കയറ്റുകയോ ചെയ്തത്. ഇതുവരെയായിട്ട് ഇത്ര നേരമായിട്ട് എന്നാന്ന് പോലും അന്വേഷിക്കാൻ വന്നില്ല. എൻ്റെ ഹസ്ബൻഡിനെ ഞാനിവിടെ കിടന്നിട്ട് പോലും അവിടെ 2 പ്രാവശ്യം വിളിച്ചു. പോലീസുകാർ സ്റ്റേഷനിലേക്ക് 2 പ്രാവശ്യം അങ്ങോട്ട് വിളിച്ച് അവരുടെ കാര്യങ്ങൾ നടത്തി. അന്നേരം ഈ സെബി ജെയിംസും ബിനോയ് മാത്യു അവിടെ വന്നു. അവർ വന്നപ്പോൾ അവിടെ കാര്യങ്ങൾ നടത്തി. പാവങ്ങളായ ഞങ്ങളിവിടെ വന്നപ്പോഴത്തേനും ഇവിടെ ആരും നോക്കാൻ വന്നിട്ടില്ല. റിസോർട്ട് ഉടമയായ സെബി ജെയിംസ് മുൻപ് ആനക്കൊമ്പ് കേസിൽ പ്രതിയായിരുന്നു. കൂടാതെ തങ്ങളെ ഭീഷണിപ്പെടുത്തിയതായും അനീഷ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷമായി താനും 4 വർഷമായി ഭാര്യയും ഇവിടെ ജോലി ചെയ്തിട്ടുണ്ടെന്നും ഒത്തുതീർപ്പിന് ശ്രമിച്ച ഇവർ 10,000 രൂപ നൽകാമെന്ന് പറഞ്ഞതായും ഇതിനുശേഷം നടന്ന വധശ്രമത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരു അന്വേഷണവും ഉണ്ടായിട്ടില്ലെന്ന് അനീഷയുടെ ഭർത്താവ് അനിൽ പറഞ്ഞു. അവിടെ കാണിച്ച പരിപാടി ഞങ്ങൾ കണ്ടു. അവൻ തോക്കുകൊണ്ട് ഒളിപ്പിക്കുന്നതും അതിന് റിസോർട്ടിനകത്ത് കാണിക്കുന്ന പരിപാടി മൊത്തം ഞങ്ങൾക്കറിയാം. അതിനെ കണ്ടിട്ടാണ് ഞങ്ങളെ മാറ്റാൻ നോക്കിയതാണ് ആ സംഭവം. അത് ഞങ്ങളവിടെ പണിക്ക് ഞങ്ങളെ ഇത് കണ്ട് ഞങ്ങളായിട്ട് മാറിയതാണ് അവിടുത്തെ പരിപാടി കണ്ടിട്ട്. അതും ഇവൻ ആനയെ വെടി വെച്ചിട്ട് ഇവിടെ നിന്ന് കിടക്കുന്നവനാണ്. അവിടെ അവൻ്റെ തോക്കുണ്ടല്ലോ. അത് ഞങ്ങൾ ഇന്നും നാളെ പോകുമ്പോൾ ഞങ്ങളെ വെടിവെച്ച് കൊന്നില്ല. അവിടെ പേടിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. പണിക്ക് പോലും പോകാൻ പറ്റാതെ ഞങ്ങൾ കൂലിപ്പണിക്കാരാണ്. എങ്ങനെ ഞങ്ങൾ പണിക്ക് പോകും?
നാളെ ഇപ്പോഴും വെള്ളം പൊത്ത് കിടക്കുന്നതാണ്. സ്കൂൾ തുറന്നതോടെ കുട്ടിക്ക് ഫീസ് നൽകുന്നതിനായിരുന്നു തങ്ങൾക്ക് ലഭിക്കുവാനുള്ള ശമ്പളം അനീഷ ആവശ്യപ്പെട്ടത്. വണ്ടിപ്പെരിയാർ പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് ദമ്പതികളുടെ ആരോപണം. ആനക്കൊമ്പ് കേസിൽ പ്രതിയായ റിസോർട്ട് ഉടമ ഗുണ്ടാവിളയാട്ടം നടത്തുന്നതായി പ്രദേശവാസികളും ആരോപിച്ചു. നെടുങ്കണ്ടം മുരുകൻചോലയിൽ അയൽവാസി അനധികൃതമായി പാറ പൊട്ടിക്കുന്നതിനെ തുടർന്ന് വീടിന്റെ സംരക്ഷണ ഭിത്തിക്കും വീടിനും ഭീഷണി നേരിടുന്നതായി പരാതി. പുത്തൻ വീട്ടിൽ മാരിച്ചാമിയും ഭാര്യ അരുൾ ജ്യോതിയുമാണ് പരാതിക്കാർ. പാറ പൊട്ടിക്കുന്നത് സംബന്ധിച്ച് പോലീസിനും റവന്യൂ അധികൃതർക്കും പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ഇവർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. നിയമപരമായ അനുമതി വാങ്ങാതെയും തന്റെ നിരാക്ഷേപ പത്രം വാങ്ങാതെയുമാണ് അയൽവാസി പാറ പൊട്ടിക്കുന്നതെന്ന് മാരിച്ചാമി പറയുന്നു. ഒരു 60 അടി നീളം കെട്ടുണ്ട്. ആ കെട്ടിന് ഇപ്പോൾ 3 പ്രാവശ്യം അത് പോയി. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യം ഈ അയൽവക്കത്തുകാർ എപ്പോഴും നമ്മളെ വിട്ട് അതിന് മാന്തണം. അപ്പോൾ ഇപ്പം 3 പ്രാവശ്യം മാറ്റി മാറ്റി ഇപ്പോൾ വീണ്ടും ഇപ്പോൾ ലാസ്റ്റ് ഒരു പ്രാവശ്യം മാറ്റി നാം അടുത്ത് കെട്ടി മാറ്റി. അതിനാണ് ഇവിടെ വന്ന് നാം പരാതി കൊടുക്കുന്നു. പിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു, വില്ലേജിൽ കൊടുത്തു, പഞ്ചായത്തിൽ കൊടുത്തു, ഇതുവരെ വന്നിട്ടില്ല. തുടർച്ചയായി പാറ പൊട്ടിക്കുകയും ഇതിനായി മണ്ണ് നീക്കം ചെയ്യുകയും ചെയ്തതോടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞുപോയിരുന്നു. പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാതെ വന്നതിനെ തുടർന്ന് 1 ലക്ഷം രൂപയോളം മുടക്കി മാരിച്ചാമി മതിൽക്കെട്ട് പുനർനിർമ്മിച്ചു. ഇതിനിടെ ഈ മാസം ആദ്യം അയൽവാസി വീണ്ടും മതിലിനോട് ചേർന്ന് പാറ പൊട്ടിക്കാൻ തുടങ്ങി. പോലീസിലും വില്ലേജിലും പരാതി നൽകിയെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് ഇവർ പറഞ്ഞു. പാറ പൊട്ടിക്കുന്നത് ചോദ്യം ചെയ്താൽ അസഭ്യവർഷം പതിവാണെന്നും ഈ കുടുംബം പറയുന്നു. തങ്ങൾക്ക് അധികാരികളിൽ നിന്ന് നീതി ലഭ്യമാക്കണമെന്നാണ് നിർധനരായ ഈ കുടുംബത്തിന്റെ ആവശ്യം. കട്ടപ്പനയിലെ വ്യാപാരിയായിരുന്ന അമ്പാട്ട് നവീന്റെ ഭൗതിക ശരീരം കട്ടപ്പനയിൽ പൊതുദർശനത്തിന് വെച്ചു. വിലാപയാത്രയായി മുനിസിപ്പൽ സ്റ്റേഡിയത്തിലെത്തിച്ച മൃതശരീരത്തിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. തങ്കമണി അമ്പാട്ട് പരേതനായ ആന്റണിയുടെ മകൻ നവീൻ ആന്റണി രോഗബാധിതനായി കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. മൃതദേഹം ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ കട്ടപ്പനയിലെത്തിച്ചപ്പോൾ നിരവധി ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചു. സംസ്കാരം ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് തങ്കമണി സെന്റ് തോമസ് ഫെറോന ദേവാലയത്തിൽ നടക്കും. കുമളി ശങ്കരൻപള്ളിയിൽ സുജി നവീനാണ് ഭാര്യ. വീണ മരിയ നവീൻ, അമോസ് നവീൻ ആന്റണി എന്നിവർ മക്കളാണ്. ഉപ്പുതറ പൊരികണ്ണിയിൽ റോഡിന് കുറുകെ കിടക്കുന്ന പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കാൻ നടപടിയില്ലെന്ന് പരാതി. ഈ പ്രദേശത്ത് 15ഓളം വീട്ടുകാർ ഉപയോഗിക്കുന്ന വഴിയിലാണ് റോഡിന് നടുവിലൂടെ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ കടന്നുപോകുന്നത്. ഇതോടൊപ്പം പ്രദേശത്തേക്കുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാനും ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. ഉപ്പുതറ പൊരികണ്ണിയിലെ 15ഓളം വരുന്ന വീട്ടുകാർ ഉപയോഗിക്കുന്ന ഏക വഴിയാണിത്. എന്നാൽ റോഡിന് കുറുകെ കിടക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. കൂടാതെ പാത അവസാനിക്കുന്ന കനകക്കുന്നേൽ കോശി വർഗീസിന്റെ വീടിന് മുന്നിലൂടെ പൈപ്പ് ലൈൻ കടന്നു പോകുന്നതിനാൽ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കാൻ പോലും കഴിയുന്നില്ലെന്ന് വീട്ടുകാർ പറയുന്നു. ഇതിൻ്റെ എല്ലാം ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ വീട് ഏകദേശം തകരാറായിരിക്കുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ ഇതിന് 3 വർഷമായിട്ട് ഈ റോഡിൻ്റെ നടുവിലൂടെ സ്ഥാപിച്ചിരിക്കുന്ന പൈപ്പ് ഒന്ന് എടുത്ത് മാറ്റണമെന്ന് ഇതിന് അധികാരികളോട് സംസാരിച്ചിട്ട് അവരാരും അതിന് ഒരു പുല്ല് വര കൽപ്പിക്കുന്ന രീതിയാണ്. ഞാൻ ഇന്നലെ കൂടി മെമ്പറോട് പറഞ്ഞപ്പോഴത്തേന് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെടുത്ത് മാറ്റുക എന്നുള്ള രീതിയാണ്. ഇതൊരു 60-70ഓളം വീട്ടുകാർ കുടിക്കുന്ന പൈപ്പാണിത്. അപ്പം നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകുമെന്ന് മാറ്റി സ്ഥാപിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമുക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഒരുപാട് പേരുടെ കുടിവെള്ളമാണ്. അപ്പോൾ അതിന് വേണ്ടപ്പെട്ട അധികാരികൾ വന്ന് എത്രയും വേഗം ഈ മഴയ്ക്ക് മുമ്പ് തന്നെ എൻ്റെ വീട് നശിക്കാതിരിക്കാൻ വേണ്ടി എനിക്ക് നോക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നുള്ളൂ. അവർ തന്നെ വന്ന് ഇതിന് വേണ്ടുന്ന നടപടി ഒന്നെങ്കിൽ ഇത് ഒരു സൈഡിലേക്ക് മാറ്റി സ്ഥാപിക്കുകയോ കുഴിച്ചിടുകയോ എന്തെങ്കിലും അവർ ചെയ്തിട്ട് ഒരു വണ്ടി ഇറങ്ങാൻ പാകത്തിനുള്ള സാഹചര്യം ഉണ്ടാക്കി തരണമെന്ന് മാത്രമേ പറയാനുള്ളൂ. മെയിൻ റോഡിൽ നിന്നും
ഇറങ്ങിവരുന്ന ഭാഗം കുത്തിറക്കമായതിനാൽ ഏറെ സാഹസപ്പെട്ടാണ് പ്രദേശവാസികൾ ഇതുവഴി സഞ്ചരിക്കുന്നത്. നാളുകളായി മാറി മാറി വരുന്ന ജനപ്രതിനിധികളോട് റോഡ് കോൺക്രീറ്റ് ചെയ്തു നൽകണമെന്നാവശ്യപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. ഇതുമൂലം മേഖലയിലെ വീടുകളുടെ നിർമ്മാണം പോലും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. നമ്മുടെ ഈ വീട് ആരംഭിച്ചിട്ട് ഏകദേശം ഒരു 5 വർഷത്തിലോട്ട് അടുക്കുകയാണ്. അതുവരെ നമ്മൾ ഈ വീട് ഈ ഒരു അവസ്ഥയിലാക്കി നമ്മളിപ്പോൾ 10 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പണിയാണെങ്കിൽ തന്നെ 5 ലക്ഷം രൂപ ചുമട്ടുകൂലി കൊടുത്ത് തന്നെയാണ് നമ്മുടെ വീട് പണി ഇത്ര എത്തിച്ചു വെച്ചേക്കുന്നത്. കാരണം വണ്ടി ഇറങ്ങാത്തൊരു സാഹചര്യം, ഈ ഹോസ് ഇങ്ങനെ കിടക്കുന്നു. ഏകദേശം ഒരു 4-5 വർഷങ്ങളായിട്ട് തന്നെ മെമ്പറോട് പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അധികാരികളാരും തന്നെ ഇതിലോട്ടൊന്ന് എത്തി നോക്കുക പോലും ചെയ്യാത്തൊരവസ്ഥയായതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. കാരണം വീട് പണി ഈ ഒരു അവസ്ഥയിലാക്കുക എന്നുള്ള ഒരു വീട് പണിയുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാകുന്ന കാര്യമാണ്. ശരിക്കും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഏകദേശം ഒരു 5 വർഷത്തിലേക്ക് അടുക്കുകയാണ് ഈ വീട് പണി തുടങ്ങിയിട്ട്. ഈ ഒരു വണ്ടി ഇറങ്ങാത്ത സാഹചര്യമുണ്ട്. മഴക്കാലം കഴിഞ്ഞാൽ പണിക്കാരും ഇങ്ങോട്ട് വരാത്തൊരവസ്ഥ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു പ്രസ്സിലേക്ക് കൊടുക്കാൻ തന്നെ കാരണം. വളരെ ബുദ്ധിമുട്ടിലൂടെയാണ് ഞങ്ങൾ കിടന്നത്. ഞാൻ മാത്രമല്ല, തൊട്ടപ്പുറത്തുള്ള 2-3 വീടുകൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവരും വീട് പണിയൊക്കെ നടത്തുന്നത്. കാരണം ഏകദേശം ഒരു 3 വർഷമെങ്കിലും കുറയാതെ ഇവിടെ ഒരു വീട് പണി തീർക്കാൻ പറ്റുന്നില്ല. ഉപ്പുതറ 13-ാം വാർഡിലെ ഈ റോഡ് 10 വർഷങ്ങൾക്ക് മുൻപ് 5ഓളം വീട്ടുകാർ ചേർന്ന് 90,000 രൂപ വീതം നൽകിയാണ് നിർമ്മിച്ചത്. എന്നാൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ വേണ്ട നടപടി അധികൃതർ സ്വീകരിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. അയ്യപ്പൻകോവിൽ ചപ്പാത്തിനും ആലടി ഗേറ്റിനും ഇടയിലുള്ള പാറമടയ്ക്ക് സമീപം പിക്കപ്പ് ലോറി മറിഞ്ഞ അപകടം. തടി കയറ്റി വന്ന ലോറിയാണ് മറിഞ്ഞത്. മലയോര ഹൈവേയുടെ നിർമ്മാണം നടക്കുന്ന ആലടിക്കും ചപ്പാത്തിനുമിടയിലുള്ള പാറമട ഭാഗത്ത് വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ഗതാഗത കുരുക്കിനിടയിലൂടെ വാഹനങ്ങൾ കടന്നുപോകുന്നതിനിടയിലാണ് തടി കയറ്റിവന്ന പിക്കപ്പ് ലോറി ഒരു വശത്തേക്ക് മറിഞ്ഞത്. അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല. അപകടത്തെ തുടർന്ന് ഏറെ നേരം ഇവിടെ ഗതാഗതവും തടസ്സപ്പെട്ടു. മന്ദഗതിയിൽ നടക്കുന്ന മലയോര ഹൈവേ നിർമ്മാണത്തിനെതിരെ നിരവധി ആക്ഷേപങ്ങളും ശക്തമാണ്. റോഡിന്റെ ഒരു ഭാഗത്തെ പാറ പൊട്ടിക്കുന്നതിനു വേണ്ടി മണ്ണെടുത്ത ശേഷം യഥാസമയം മൂടാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും നാട്ടുകാർ പറയുന്നു. കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കൈത്തോടുകളുടെ ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചു. നഗരഹൃദയത്തിൽ നിന്നും കട്ടപ്പന 6ലേക്ക് എത്തുന്ന തോടിന്റെ സബ് ട്രഷറിക്ക് എതിർവശമുള്ള ഭാഗങ്ങളിലാണ് ശുചീകരണം നടത്തിയത്. കട്ടപ്പന നഗരത്തിന്റെ ഹൃദയഭാഗത്തു നിന്നും കട്ടപ്പനയാറ്റിലേക്ക് ഒഴുകിയെത്തുന്ന കൈത്തോടാണ് മാലിന്യവാഹിനിയായി മാറിയത്. ഒപ്പം കൈത്തോട് കാടുകളാൽ മൂടപ്പെട്ടുമിരുന്നു. ഇതേ തുടർന്നാണ് നഗരസഭ അടിയന്തര പ്രാധാന്യത്തോടെ മഴക്കാലപൂർവ്വ ശുചീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തോട് ശുചീകരിച്ചത്. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ഓടകളിൽ വരുന്ന മാലിന്യങ്ങൾ, ആളുകൾ ഇതിലെ വാഹനത്തിൽ കടന്നു പോകുന്നവരും കാൽനടയായിട്ട് കടന്നു പോകുന്നവരും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്, അത് തീർച്ചയായിട്ടും അതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയില്ലായിരുന്നു. കർശനമായ നടപടികൾ അതിന് സ്വീകരിക്കുമെന്ന് മാത്രമല്ല, അത് തീർച്ചയായിട്ടും നമ്മുടെ CC ക്യാമറകളടക്കം പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതായിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഈ സമയത്ത് വളരെ ജാഗ്രതയോടുകൂടി തന്നെ വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ഈ ഓടകൾ ഇപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കൈത്തോടിന് ഇരുവശവും തെളിയിക്കുകയും തോട്ടിലെ മാലിന്യ കൂമ്പാരം നീക്കുകയും ചെയ്തു. ഇതിനുശേഷം ശുചീകരണ തൊഴിലാളികളെ ഉപയോഗിച്ച് നഗരത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള ഓടകൾ വൃത്തിയാക്കാനാണ് തീരുമാനം. ഒപ്പം നഗരസഭയിലെ ബാക്കിയുള്ള കൈത്തോടുകളും ശുചീകരിക്കാനാണ് ലക്ഷ്യമെന്ന് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇപ്പോൾ മഴക്കാലമാകുന്നതോടുകൂടി നമ്മുടെ ടൗണിൽ ബസ് സ്റ്റാൻഡിൽ ഉൾപ്പെടെയുള്ള വെള്ളക്കെട്ട് ഉണ്ടാകാതിരിക്കുന്നതിന് മുൻകരുതലായിട്ട് നമ്മളിപ്പോൾ ആ ജോലി ഇന്ന് ആരംഭിച്ചിരിക്കുമ്പോൾ നമുക്ക് ഈ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനും അതുവഴി നമുക്ക് വലിയ വെള്ളം കെട്ടി നിന്ന് കൊതുക് വളരുന്നുള്ള സാഹചര്യം ഒഴിവാക്കുന്നതിനെല്ലാം ഉതവും. അപ്പോൾ ആ പ്രവർത്തനം നഗരസഭ ഈ ആഴ്ച ആരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ ചെറിയ ഹിറ്റാച്ചി ഉപയോഗിച്ചാണ് ഇപ്പോൾ ഈ വർക്ക് നടക്കുന്നത്. അത് ഈ ആഴ്ച കൊണ്ട് ജോലി പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. വലിയ തോതിലാണ് പ്ലാസ്റ്റിക് കുപ്പികൾ ഉൾപ്പെടെയുള്ള മാലിന്യം തോട്ടിൽ തള്ളിയിരിക്കുന്നത്. മാലിന്യ നിക്ഷേപം ആവർത്തിക്കുന്നത് ഒഴിവാക്കാൻ പ്രദേശവാസികളും പൊതുജനങ്ങളും സഹകരിക്കണമെന്നും മാലിന്യ നിക്ഷേപം തുടർന്നാൽ സമീപത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും നഗരസഭ ആരോഗ്യ വിഭാഗം അറിയിച്ചു. നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ജിൻസെറിയക്, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ബേബി, വാർഡ് കൗൺസിലർ ജാൻസി ബേബി, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അനുപ്രിയ KS, സൗമ്യത GP, D പ്രശാന്ത് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. തമിഴ് സിനിമാ താരം വിജയ് ഫാൻസ് അസോസിയേഷൻ പ്രിയമുടൻ നൻപൻസിന്റെ നേതൃത്വത്തിൽ രക്തദാനം നടത്തി. വിജയുടെ 50ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായിട്ടും രക്തദാന ദിനാചരണം 20 വർഷം പിന്നിടുന്നതിനോടനുബന്ധിച്ചുമാണ് കട്ടപ്പനയിൽ അംഗങ്ങൾ രക്തദാനം നടത്തിയത്. ആരോഗ്യകരമായ ജീവിതം നിലനിർത്താൻ സന്നദ്ധ രക്തദാനത്തിലൂടെ മാത്രമേ കഴിയൂ എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് വിജയ് ഫാൻസ് അസോസിയേഷൻ അംഗങ്ങൾ രക്തദാനം നടത്തിയത്.
പ്രിയമുടൻ നമ്പൻസ് ഇടുക്കിയുടെ നേതൃത്വത്തിലാണ് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ രക്തം നൽകിയത്. വിജയുടെ 50ാം പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് കൂടിയായിരുന്നു പരിപാടി. ജൂൺ 22 വിജയുടെ ഒരു ബർത്ത്ഡേ വരുവാണ് അമ്മൻ്റെ. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ജൂൺ 14 ലോക രക്തദാന ദിനമാണ്. ശ്രീമണൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായി ഇന്ന് ബ്ലഡ് ഡൊണേഷൻ നടക്കുന്നത്. 22 ബർത്ത്ഡേയുടെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് 2 ഭാഗമായിട്ടാണ് നടന്നത്. വിജയ് ഫാൻസ് പ്രിയമുടൻ നൻപൻസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജെറിൻ പി തോമസ്, സെക്രട്ടറി സോബിൻ മാത്യു, അലൻ സിബിച്ചൻ, അർജുൻ തുടങ്ങിയവർ രക്തദാനത്തിന് നേതൃത്വം നൽകി. ഉപ്പുതറ കണ്ണമ്പടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഒഴിവുള്ള HST ഫിസിക്കൽ സയൻസ്, UPST മലയാളം അധ്യാപക തസ്തികകളിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി 19-ാം തീയതി ബുധനാഴ്ച രാവിലെ 11 മണിക്ക് അഭിമുഖം നടക്കും. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി അന്നേ ദിവസം സ്കൂളിൽ ഹാജരാകണമെന്ന് അധികൃതർ അറിയിച്ചു. SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ഉം ഡിഗ്രി PG പരീക്ഷകളിൽ റാങ്കും നേടിയ കട്ടപ്പന നഗരസഭാ പരിധിയിൽ സ്ഥിരതാമസക്കാരായ വിദ്യാർത്ഥികളെ നഗരസഭ അനുമോദിക്കുന്നു. ഈ മാസം 29-ാം തീയതി 10 മണിക്ക് അനുമോദന യോഗം നടക്കും. ഉപഹാരം ഏറ്റുവാങ്ങാൻ അർഹരായ വിദ്യാർത്ഥികൾ 20-ാം തീയതി 5 മണിക്ക് മുൻപായി നഗരസഭ ആരോഗ്യ വിഭാഗം മുൻപാകെ അപേക്ഷ നൽകണമെന്ന് അധികൃതർ അറിയിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി മേഖലയായ കള്ളക്കുട്ടിക്കുടിയിലേക്കുള്ള പാലത്തിന്റെ നിർമ്മാണം ഈ വേനൽക്കാലത്തും സാധ്യമായില്ല. കാലവർഷം എത്തിയതോടെ ആദിവാസി കുടുംബങ്ങളുടെ പുറം ലോകത്തേക്കുള്ള യാത്ര ഈറ്റ കൊണ്ടുള്ള തൂക്കുപാലത്തിലൂടെയാണ്. സ്ത്രീകളും കുട്ടികളുമൊക്കെ കാട്ടാറിന് കുറുകെ യാത്ര ചെയ്യുന്നത് പറയത്തക്ക ഉറപ്പൊന്നുമില്ലാത്ത ഈ പാലത്തിലൂടെ തന്നെയാണ്. 2018 പ്രളയത്തിലായിരുന്നു കള്ളക്കുട്ടിക്കുടിയിലെ ആദിവാസി കുടുംബങ്ങൾ പുറം ലോകത്തേക്കെത്താൻ ആശ്രയിച്ചിരുന്ന പാലം ഒഴുകിപ്പോയത്. അന്നു മുതൽ മഴക്കാലത്ത് സമാനതകളില്ലാത്ത ദുരിതമാണ് കുടുംബങ്ങൾ അനുഭവിക്കുന്നത്. അരി ഉൾപ്പെടെ അവശ്യ വസ്തുക്കൾ എന്ത് വാങ്ങണമെങ്കിലും പുഴ കടന്ന് ഇക്കരെ എത്തണം. സ്കൂൾ തുറന്നതോടെ കുട്ടികളും പുഴ കടന്നു വേണം വിദ്യാലയങ്ങളിലെത്താൻ. ഞങ്ങൾക്ക് പാലത്തിൽ പോകാൻ പേടിയാണ്. അമ്മമാരാണ് ഞങ്ങൾ കൈ പിടിച്ചുകൊണ്ട് വിടുന്നത്. ഞങ്ങൾക്ക് തോട്ടി കടക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. എനിക്ക് ഈ പാലത്തിൽ കടന്നു പോകാൻ ഭയങ്കര പേടിയാണ്. വെള്ളമൊക്കെ പൊങ്ങിയ ഞങ്ങൾക്ക് കടന്നു പോകാൻ ഭയങ്കര പേടിയാണ്. അത് കാരണം ഞങ്ങൾക്ക് ഈ പാലം എത്രയും പെട്ടെന്ന് അനുവദിച്ചു തരണം. ചിക്കനംകുടി ഗവൺമെന്റ് LP സ്കൂളിലാണ് ഞങ്ങൾ പഠിക്കുന്നത്. രാവിലും വൈകിട്ടും ആയെങ്കിലും ഇല്ലാതെ കടന്നു പോകാൻ ഭയങ്കര പേടിയാണ്. മഴയത്ത് ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്കൊക്കെയുള്ള ഇവരുടെ പുറം ലോകത്തേക്കുള്ള യാത്ര ഏറെ ദുഷ്കരമാണ്. മഴക്കാലം ആരംഭിച്ചതോടെ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ പുഴയ്ക്കു കുറുകെ ഇവർ തന്നെ ഈറ്റ കൊണ്ടൊരു തൂക്കുപാലം നിർമ്മിച്ചു. പുഴയ്ക്കക്കരെ ഇക്കരെയുള്ള 2 മരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചു നിർമ്മിക്കുന്ന ഈ പാലത്തിലൂടെയാണ് അലറിക്കുതിച്ചൊഴുകുന്ന പുഴയ്ക്ക് മുകളിലൂടെയുള്ള മഴക്കാലത്തെ ഇവരുടെ യാത്ര. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. പണിക്ക് പോയിട്ടേ ഞങ്ങൾ പിള്ളേരെ കൊണ്ടുപോകാൻ പറ്റും. അമ്മമാരോ അച്ഛന്മാരോ വന്നിട്ടേ കടത്താൻ പറ്റുള്ളൂ. ഞങ്ങളുടെ വീട്ടിൽ പാലം വേണം, ഇല്ലാത്ത പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ട്. നടന്നു തന്നെ ഞങ്ങൾ കുടിച്ചും കൊണ്ടുപോകണം. 2018 ഒരു പ്രളയം വന്നപ്പോ ഒരു പാലം പോയി. രണ്ടാമത്തെ 2020 ഒരു പാലം പോയി. നമുക്ക് അത് 2 പാലം പോയിട്ടോ ഇതുവരെ സർക്കാരിലോ ഒരു പഞ്ചായത്തിലോ ലൈബ്രറിയിലോ ഇതുവരെ ഒന്നും ഉണ്ടായില്ല. പിള്ളേർ കടത്തുന്നെങ്കിൽ ഇതുപോലെ ആള് വരണം. അത് ഈറ്റപ്പാലം മാത്രമേ ഉള്ളൂ, വേറെ ഒരു മാർഗമില്ല. അത് അപ്പറയോ അമ്മയോ ആരെങ്കിലും വരണം. കൊണ്ടുപോകണമെങ്കിൽ രാവിലെയും വരണം, വൈകിട്ടും വരണം. അതുപോലെ കഷ്ടപ്പെടുക. 2018 മുതൽ ഇവർ ഈ ദുരിതം അനുഭവിക്കുന്നു. പുഴ കടന്നവർ പുറം ലോകത്തേക്ക് യാത്ര ചെയ്യുന്ന റോഡും യാത്രായോഗ്യമാക്കേണ്ടതായുണ്ട്. പാലത്തിന്റെയും റോഡിന്റെയും ഒക്കെ നിർമ്മാണത്തിനായി ഫണ്ട് അനുവദിച്ചുവെന്ന് കള്ളക്കുട്ടിക്കുടിയിലെ ആളുകൾ കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി.
പക്ഷേ ഈ മഴക്കാലത്തും കാട്ടാറിന് മുകളിലൂടെ ഈറ്റുകൊണ്ടുള്ള തൂക്കുപാലത്തിലൂടെ ജീവൻ കയ്യിൽ പിടിച്ച് യാത്ര ചെയ്യേണ്ടുന്ന ഗതികേടിലാണ് കുടിനിവാസികൾ. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കൊക്കോ സ്പൈസസ് ഏലക്ക ലേല വിവരം. ആകലോട്ട് 112, വിൽപ്പനയ്ക്ക് വന്നത് 25,464, വിൽപ്പന നടന്നത് 23,271, കൂടിയ വില 3,233, ശരാശരി വില 2,489. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 690 രൂപ, ഏലം കൂടിയ വില 2,300, ഏലം ശരാശരി വില 1,900. കാപ്പിപ്പരിപ്പ് 350, ഗ്രാമ്പു 975, കൊക്കോ 125, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,590 രൂപ, വെള്ളി 90. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഴ നേരത്തെ എത്തിയതിലൂടെ കോളടിച്ച് വൈദ്യുതി ബോർഡ്. നനച്ചിരിക്കാതെ ലഭിച്ച മഴ ബോർഡിനുണ്ടാക്കിയത് കോടികളുടെ സാമ്പത്തിക നേട്ടം. വൈദ്യുതി ബോർഡിന് നേട്ടമായത് വൻതോതിൽ ചുരുക്കേണ്ടിയിരുന്ന സമയത്ത് വൈദ്യുതി ഉൽപാദനം കുത്തനെ കൂട്ടാനായതും മഴയെ തുടർന്ന് വൈദ്യുതി ഉപഭോഗത്തിൽ വലിയ കുറവുണ്ടായതും. കട്ടപ്പന മീറ്റ് സ്റ്റാൾ നവീകരിക്കാൻ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനം. കൂടാതെ പേഴുങ്കവല അങ്കണവാടി വാടക കെട്ടിടത്തിലേക്ക് മാറ്റാനും പുളിയന്മല അങ്കണവാടി കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണി നടത്താനും തീരുമാനമായി. അതേസമയം കട്ടപ്പന നഗരസഭാ ഭരണസമിതി മാംസവ്യാപാരം നടത്തുന്നവരായി മാറിയെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ. മൂന്നാർ ഗ്യാപ്പ് റോഡിൽ നിയമം ലംഘിച്ച് വാഹനം ഓടിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പരിശോധനയും നടപടിയും കടുപ്പിക്കാനൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ്. ഗ്യാപ്പ് റോഡിൽ വാഹന പരിശോധന കർശനമാക്കുമെന്നും അമിത വേഗതയിൽ സഞ്ചരിക്കുന്നത് ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മെയ് മാസം ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ രേഖകളിൽ ചേർക്കാത്തതിൽ പ്രതിഷേധിച്ച് LDF അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. കമ്മിറ്റിയുടെ ഡ്രാഫ്റ്റ് അന്ന് തന്നെ അംഗങ്ങൾ കൈപ്പറ്റിയിരുന്നെങ്കിലും പിന്നീട് കമ്മിറ്റി തീരുമാനങ്ങളുടെ രേഖകളിൽ കൃത്രിമം കാട്ടിയെന്നും ആരോപണം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.